വെൽക്കം ടു കെ ഫോക്കസ്. പ്ലസ് ടു മാത്സിനകത്ത് ഡിറ്റർമിനൻസ് ആണ്. ആ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും പോയിൻറ്സും എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഈ ഒറ്റൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കുന്നുണ്ട്. ആ ചാപ്റ്റർ ഫുള്ളായിട്ടൊരു ക്വിക്ക് റിവിഷനാണ്. എക്സാമിന് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇത് ഇത്രയും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2, 4, -5, -1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. ഇതെല്ലാം 2/2 മെട്രിക്സ് ആണ് അല്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓർഡർ പറയുമ്പോഴത്തേക്കും 2/2 ആണ്. ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളാണ്. നമ്മളൊന്നും ചെയ്യണ്ട, ഈ ഓപ്പോസിറ്റ് വരുന്ന എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ പ്രോഡക്റ്റിനെ സബ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഇവിടെ വന്നിരിക്കുന്നത് 2ഉം -1 അല്ലേ? -2 മൈനസ് 4ഉം -5ഉം 4ഉം -5ഉം കൂടി -20 വരും. ദാറ്റ് ഈസ് -2 + 18 +20 ദാറ്റ് ഈസ് 18. ഇതാണ് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം നോക്കിയേ, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. കോസ് തീറ്റ ഓക്കെ. ഇതാണെങ്കിലോ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, കോസ് സ്ക്വയർ തീറ്റ മൈനസ്, ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. മൈനസ് ഓഫ് മൈനസ് ഇത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, x + 1 x - 1 x. x + 1 x - 1 x. സെയിം വേ ഓപ്പോസിറ്റ് എലിമെൻറ്റ്സ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, x² കിട്ടി, മൈനസ് ഇതോ a + b × a - bയുടെ ഫോമിലാണ് അല്ലേ? എന്ന് വെച്ചാൽ a² - b², ദാറ്റ് ഈസ് x² - 1², x² - x² -1 എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. ഓക്കെ, ആൻസർ 1. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ഇനി ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. നമുക്ക് രണ്ട് ഡിറ്റർമിനൻ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ അൺനോൺ ആയിട്ട് തന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് നമുക്ക് രണ്ട് ഡിറ്റർമിനൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് രണ്ട് ഈക്വലാവും നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് വാല്യൂ രണ്ടിൻ്റെ ഈക്വലാവും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Question 2, 4, then 5, 1 equal to 2x 4, then 6x. 6x ഇതാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ 2 × 1 2, then -20 equal to ഇവിടെ വരുമ്പോൾ 2 × x 2x² -24 -18 ഈക്വൽ 2x² -24, അല്ലെങ്കിൽ 2x² ഈസ് ഈക്വൽ ടു -18, ഈ 24 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +24 ആയിട്ട് വരും. ദാറ്റ് ഈക്വൽ 6 വരും. അങ്ങനെയാണെങ്കിൽ x² = 6/2
or x is equal to plus or minus root 3. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മെട്രിസസിൻ്റെയൊക്കെ ഇതുപോലെ തന്നെ ഫുൾ ചാപ്റ്റർ ഒറ്റ വീഡിയോയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്റർ ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ, പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സാം അടുത്തു ഇതുവരെ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ബേസിസിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു റിവിഷൻ നടത്താനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തെന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണ്, ഓർഡർ 3 ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തിരിയും കൂടി നമുക്ക് പണിയുണ്ട്. 1 1 minus 2 2 1 minus 3 5 4 minus 9. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. ആദ്യം എടുക്കുന്ന പ്ലസ് വാല്യൂ, പിന്നെ എടുക്കുന്ന മൈനസ് വാല്യൂ, പിന്നെ എടുക്കുന്നത് പ്ലസ് വാല്യൂ. താഴേക്കാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ആദ്യത്തേത് പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ് ആയിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റിനെ എടുക്കുന്നു 1. അത് വരുന്ന റോയും കോളവും അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. അത് വരുന്ന റോയും കോളവും കളഞ്ഞേക്കുക. ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? 1 minus 3 4 minus 9. ഓക്കെ, ആദ്യത്തേന് പ്ലസ് കൊടുത്തു, അടുത്തതിന് മൈനസ് വേണം കൊടുക്കാൻ. 1 ആണല്ലോ അല്ലേ? 1. ഇനി ആ 1 വരുന്ന റോയും അതിൻ്റെ കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതുക. അപ്പം ആരൊക്കെ അവിടെ വരുന്നത്? 2 minus 3 then 5 minus 9. അടുത്തതിന് പ്ലസ് ആണ് കൊടുക്കേണ്ടത്. -2 ആണ്. ഇനി ഈ -2 വരുന്ന റോയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും അങ്ങ് കളഞ്ഞിട്ട് ബാക്കി എന്തുണ്ടെന്ന് നോക്കുക. 2 1 5 4. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 1 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ -9 -12 അല്ലേ? -12 എന്ന് പറയുമ്പോൾ +12 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ -1 ഉണ്ട്. ദെൻ ഇത് ചെയ്യുമ്പോഴും -18 -15 ദാറ്റ് ഈസ് +15. -2 വരും. ദെൻ ബാക്കി നോക്കുമ്പോഴോ 2 × 4 അല്ലേ? 8 -5. ഇത് ഓരോന്നായിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. 1 ഇൻറ്റു ഇവിടെ -9 +12 കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 വരും. 3 × 1. ദെൻ മൈനസ് ഇവിടെ ഉണ്ട്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് -18 +15 ആണല്ലേ? -3 വരും. -3യും ഈ മൈനസും കൂടി വരുമ്പോൾ +3 ആയിട്ട് മാറും. ഇവിടെ വരുമ്പോഴോ 3 വരും. 3 × -2 -6. സോൾവിങ് ദിസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ആദ്യം ഇതൊന്ന് നമ്മൾ ഇത്തിരി ഒന്ന് സമാധാനത്തിൽ ഒന്ന് എഴുതി പഠിക്കുക. ഒരു 2-3 പ്രോബ്ലം ഇങ്ങനെ എഴുതി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ സ്പീഡാവും, കുറച്ചും കൂടി നമ്മൾ അതുമായിട്ട് ഫെമിലിയർ ആകും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റും. ആദ്യത്തെ ഒരു 3-4 പ്രോബ്ലം ഇങ്ങനെ എഴുതി തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ ആണോ? ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോയും കോളവും കളയുക. ഇപ്പോൾ സെക്കൻഡ് വൺ എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും അതിൻ്റെ കോളവും, ഇതെടുക്കുമ്പം ഇത് വരുന്ന റോയും അതിൻ്റെ കോളവും കളയുക. എന്നിട്ട് ബാക്കിയുള്ളത് ഏതാണോ അത് ഡിറ്റർമിനന്റ് ഫോമിൽ തന്നെ എഴുതിയിട്ട് സോൾവ് ചെയ്യുക.
ക്ലിയർ? ഇനി ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ വേർട്ടിസസ് x1 y1 x2 y2 x3 y3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു x1 y1 x2 y2 x3 y3. ഇവിടെ ഓരോ 1 വീതം ഇട്ട് കൊടുക്കുക. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസൊക്കെ ഇട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഫോർമുല പഠിച്ചിട്ടോണം. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1 x2 y2 1 x3 y3 1. ക്ലിയർ ആയോ? ഒരു പ്രോബ്ലം നോക്കിയാലോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആർ തന്നിട്ടുണ്ട് 3 8 -4 2 and 5 1. Vertices 3 8 -4 2 then 5 1. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു x1 3 y1 8 1 ഇടുക, ദെൻ -4 2 1 ദെൻ 5 1 1. ഹാഫ് ഇവിടെയുണ്ട്, അതവിടെ കിടന്നോട്ടെ. ബാക്കി എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാഫ് എടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്ലസ് മൈനസ് പ്ലസ് 3 എടുത്തു, അതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതി. 2 1 1 1. അടുത്തത് 8 ആണ്, മൈനസ് കൊടുക്കണം. -8 എഴുതി, ആ കോളവും റോയും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് -4 1 5 1. അടുത്തത് മൈനസ് പ്ലസ് വരും അല്ലേ, ഇത് മൈനസ് ആണ്, ഇനി അടുത്തത് പ്ലസ് ആണ്. +1. ഈ റോയും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും പോയി, ബാക്കി വരുമ്പം -4 2 5 1. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 3 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 - 1 അല്ലേ. 2 - 1 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 1 എന്ന് വരും. -8 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം -4 -5 -9 വരും. -4 -5 വരുമ്പോഴത്തേക്കും -9 വരും. അടുത്തതിലേക്ക് വരുമ്പോഴോ +1 ഇൻറ്റു ഇത് -4 5 ഇൻറ്റു 2 10 അല്ലേ, അപ്പോൾ -10. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഉണ്ട്, 3 ഇവിടെ വരുമ്പോഴത്തേക്കും +72 വരും. ഇവിടെ വരുമ്പോൾ -14 അല്ലേ, 10 - 14. That equal to 1/2 75 - 14 61. Answer is 61/2 unit. Clear ആയോ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദ പോയിന്റ്സ് A1 2 ആൻഡ് 1 3 ആണ്. ഓക്കെ, 1 3 ആൻഡ് B0 0 യൂസിങ് ഡിറ്റർമിനൻസ്.
ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ലൈനിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ആണ് നമുക്കിവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ തന്നിരിക്കുന്നത് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. സാധാരണ തന്നിരിക്കുന്ന ഇക്വേഷൻ കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. പോയിന്റ്സ് 1ഉം 3ഉം അടുത്ത് തന്നിരിക്കുന്നത് B00 അല്ലേ. തന്നിരിക്കുന്ന പോയിന്റ്സ് സെയിം ലൈനിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ഏരിയ എൻക്ലോസ് ചെയ്യത്തില്ല. ഒരു ലൈൻ മാത്രമല്ല, ഇതിനകത്ത് ഏരിയ ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, നമുക്ക് അവിടെ കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം ഇതൊരു ലൈൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2 പോയിന്റ്സ് തന്നിട്ട് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ പോയിന്റ്സ് തന്നിട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാം. തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാം. 2 രീതിയിലാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇത് തന്നെ ഈ പോയിന്റ്സ് തന്നിട്ട് ഇത് കൊളീനിയർ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാം. 2 നമ്മൾ ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. 2-നകത്തും നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണെങ്കിൽ തന്നിരിക്കുന്നത് പോയിന്റ്സ് കൊളീനിയർ ആണ്. അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈനും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ചെയ്ത് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് 1/2 × 1 3 1 0 0 1. നമുക്ക് തേർഡ് വെർട്ടിസസ് ഇല്ല, എക്സും വൈയും കൊടുത്തു 1 എഴുതി. ഇതിൻ്റെ ഏരിയ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറണം. അപ്പോൾ ഇത് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടും. നമുക്കിനി ഈ വാല്യൂ കൂടി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നമ്മൾ മൊത്തം ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അല്ലെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0 വരണം. അങ്ങനെയെങ്കിൽ അത് കൊളീനിയർ ആണ്. ഇവിടെ നമ്മൾ ആദ്യം 1 എടുത്തു, അതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്തു അല്ലേ. ബാക്കിയുള്ളത് എടുക്കുമ്പോഴത്തേക്കും 0 1 y1 -3, അതിൻ്റെ കോളവും റോയും കളഞ്ഞു ബാക്കി എടുക്കുമ്പോൾ 0 1 x1. ലാസ്റ്റ് 1 ആണ്, അതിൻ്റെ റോയും കോളവും പോയി കഴിയുമ്പോൾ ബാക്കി വരുന്നത് 0 0 xy. ദാറ്റ് ഈക്വൽ ടു 0 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പം 1 × ഇത് 0 ആണ്, 0 - y എന്ന് വരും. -3 സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0 - 2 എന്ന് വരും. എക്സ് അല്ലേ. ഓക്കെ, -x വരും. ഓക്കെ, 0 - x പ്ലസ് 1, ഇത് ടോട്ടലി 0 ആയി പോവും. ഇവിടെ കിട്ടുന്നത് -y ദാറ്റ് ഈക്വൽ ടു 0 ആണ്. -y പ്ലസ് 3x, -3ഉം -xും കൂടി പ്ലസ് 3x ആണ്. ഇത് ഫുള്ളായിട്ട് 0 ആയി പോവും, ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ 3x ഈക്വൽ ടു y എന്ന് എഴുതാം, അല്ലെങ്കിൽ y ഈക്വൽ ടു 3x എന്ന് എഴുതാം. y ഈക്വൽ ടു 3x എന്ന് എഴുതാം. ഇക്വേഷൻ ഓഫ് ദി ലൈൻ നമുക്ക് കിട്ടി. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടാണ്. നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാം, തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനും ചോദിക്കാം. 2 നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇക്വേഷൻ ഓഫ് ലൈൻ കാണണമെങ്കിൽ നമ്മൾ ഈക്വൽ ടു 0 ഇട്ടിട്ട് ഇക്വേറ്റ് ചെയ്യും. കൊളീനിയർ ആണെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ ആണോ?
അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് എൻട്രി ചെയ്യാണ്. മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. ഈ ചാപ്റ്ററിനകത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിൻറ്റ്. ഇത് ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് അറിയാമെങ്കിൽ മാത്രമേ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മൈനേഴ്സും കോഫാക്ടേഴ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ടു മൈനസ് 4 0 3. മൈനസ് കണ്ടുപിടിക്കാനായിട്ട്, ഇതിൻ്റെ മൈനസ് കിട്ടാനായിട്ട് ഫസ്റ്റ് M11 ഫസ്റ്റ് എലമെൻറ്റ്, അത് വരുന്ന റോയും കോളവും കളഞ്ഞിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് എഴുതുക 3. അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് A11 -1 ഹോൾ റേസ് ടു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അത് എഴുതുക, ഇൻറ്റു ഇവിടെ എന്താണോ കിട്ടിയത് അത്. സ്ക്വയർ എടുക്കുമ്പോൾ ഇത് 1 ആയിട്ട് മാറും, 3 തന്നെ വരും. M12 എന്ന് പറയുമ്പോൾ ഈ എലമെൻറ്റ്, ഇത് റോയും ഈ കോളവും കളഞ്ഞാൽ ബാക്കി കിട്ടുന്നത് 0. അങ്ങനെയെങ്കിൽ A12 ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ എഴുതാം, 0 തന്നെ എഴുതാം. M21 എന്ന് പറയുമ്പോൾ ഈ എലമെൻ്റാണ്, ഈ റോയും ഈ കോളവും പോയി, ബാക്കി അവിടെ വരുന്നത് 4 അല്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും. -1 ഈക്വൽ ടു -1 3 അല്ലേ, 2 + 1 3 ആണ്, ഇൻറ്റു 4. ഇനി ഇവിടെ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ -1 × -1 +1 +1 × -1 അല്ലേ, -1 × 4 -4. ദെൻ M22 എന്ന് പറയുമ്പോൾ ഈ എലമെൻ്റാണ്, ഇത് വരുന്ന റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി 2. അങ്ങനെയെങ്കിൽ A22 ഈക്വൽ ടു -1 റേസ് ടു 4 × 2. ഈവൻ നമ്പർ വന്നാൽ 1 തന്നെയാണ് വരുന്നത്, ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1 × 2 2 കിട്ടും. ഇതെല്ലാം കൂടി എടുത്തെഴുതുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എന്തായിരിക്കും? A11 3 ആണ്, A12 0, ദെൻ A21 എന്ന് പറയുന്നത് -4 ആണ്, A22 എന്ന് പറയുന്നത് 2 ആണ്. ഇതാണ് ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ ഇത് -4 ആയിരുന്നല്ലേ, ഇത് -4 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ -4 ആണ് വരുന്നത്. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനിൽ ഇത് -4 ആണ്, അല്ലെങ്കിൽ ഇവിടെ -4 ആണ്. അപ്പോൾ ഇവിടെ ഹോൾ ക്യൂബ് അല്ലേ, ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും -1, ഇത് -4, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും, ഇനി ഇത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഈ കോഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എഴുതി പോകാൻ പറ്റും. M11 എന്ന് പറയുന്നത് 3, M12 എന്ന് പറയുന്നത് 0, M21 എന്ന് പറയുന്നത് 4, M22 എന്ന് പറയുന്നത് 2 ആയിരുന്നു അല്ലേ. ഇവിടെ A11
ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം ഓഡാണോ ഈവൻ ആണോ വരുന്നതെന്ന് നോക്കണം. ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ ഇത് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. -4 ആണ് പിന്നെ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് അല്ലേ. -4 ഓക്കെ. ഇനി A21 A12 ഓക്കെ. ഇത് ആഡ് ചെയ്യുമ്പോൾ 1 ഉം 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്ന ഓടാണ്. ഓടാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മൈനസ് കൊണ്ട് ഇതിൻ്റെ സൈൻ ഒന്ന് മാറ്റിയേക്കണം. ഇപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല, നേരിട്ട് എഴുതാം. A21 ഇത് പിന്നെയും ഓടാണ്. ഓടാണെങ്കിൽ ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണം, +4 ആയിട്ട് വരും. അതുപോലെ A22 ഇത് ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ നമുക്ക് ആ നമ്പർ അതുപോലെ തന്നെ എടുത്ത് എഴുതാം. അതായത് ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പം ഈവൻ ആണ് കിട്ടുന്നതെങ്കിൽ ഇത് എന്താണോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ എഴുതാം. ഓടാണ് വരുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്നതിൻ്റെ സൈൻ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ഓടാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെ സൈൻ മാറ്റി എഴുതുക. മൈനസ് ആണെങ്കിൽ പ്ലസ് എഴുതുക, പ്ലസ് ആണെങ്കിൽ മൈനസ് എഴുതുക. നമ്മൾ 3/3 മെട്രിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ചെയ്യാനുണ്ടാകും. അപ്പോൾ ഈ ടിപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ. ഇവിടെ നമുക്കൊരു കോഫാക്ടർ മെട്രിക്സ് കിട്ടിയില്ലേ? ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അഡ്ജോയിൻ്റ് കിട്ടും. അപ്പം ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയത് 3042 ആണ്. 3042 ആണ്. അപ്പം അതിൻ്റെ അഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്ജോയിൻ്റ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ്. റോയും കോളവും മാറ്റി എഴുതുക അല്ലേ. റോ 30 ആയിരുന്നു, അത് കോളമായിട്ട് എഴുതി. അതുപോലെ താഴത്തെ റോ എടുത്ത് സെക്കൻഡ് കോളമാക്കി എഴുതി. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 1 മൈനർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി, 2 അതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ കിട്ടും നോക്കി, 3 അഡ്ജോയിൻ്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നോക്കി. 3 കാര്യങ്ങളാണ് ഈ ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത്. ചെയ്ത് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അഡ്ജോയിൻ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണാറേ ഇല്ല. ഇനി 2/2 മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ട്രിക്കുണ്ട്. അതൊന്ന് പറയാം. 2 - 4 0 3 അല്ലേ. ഇതിൻ്റെ അഡ്ജോയിൻ്റ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2/2 മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളേ. ഈ 2 എലമെൻസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. ഈ 2 എലമെൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ 3 വരും, താഴെ 2 വരും. ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുക. ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് -4 ഇവിടെ വരുമ്പോഴത്തേക്കും +4 ആയിട്ട് മാറും. ഇത് 0. ഇതല്ലേ നമുക്ക് കിട്ടിയ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, ഇതിൻ്റെ സൈൻ മാറ്റി എഴുതുക. ഇത് -4 +4 ആയിട്ട് മാറും, ഇത് 0 ആയിട്ട് മാറും. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്, കണ്ടോ? ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ മൈനേഴ്സും കോഫാക്ടേഴ്സും ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകണ്ട. പെട്ടെന്ന് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്കിതങ്ങ് എഴുതി പോകാൻ പറ്റും. ഇനി ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ മൈനറും കോഫാക്ടറും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒന്ന് ചെയ്തിട്ട് തന്നെ ചെയ്തു പോകണം. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ടാകും. ഫൈൻഡ് ദി മൈനർ ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ ദി ഗിവൺ മെട്രിക്സ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും അതിൻ്റെ അഡ്ജോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നേരിട്ട് എഴുതാം. 2 മാർക്ക് ക്വസ്റ്റ്യനോ 3 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം
അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും മൈനറും കോഫാക്ടറും ഫൈൻഡ് ഔട്ട് ചെയ്യാനും എന്നിട്ട് അഡ്ജോയിൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുമായിട്ട്. ഓക്കെ ആണോ? ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇത് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടത്തില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. ക്ലിയർ ആയോ? അഡ്ജോയിൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, M11 ഫൈൻഡ് ഔട്ട് ചെയ്യാം. M11 എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് എലമെൻറ്റും അതിൻ്റെ റോയും കോളവും പോയിട്ട് ബാക്കി അത് വരുന്ന കോളം പോയി റോ പോയി ബാക്കിയുള്ളത് വരുമ്പോഴത്തേക്കും 1 മൈനസ് 0 1 തന്നെ വരും. അങ്ങനെയെങ്കിൽ അതിൻ്റെ കോഫാക്ടർ എന്തായിരിക്കും? ഇത് ഈവൻ നമ്പറാണ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എഴുതിയേക്കാം. M12 വരുമ്പോഴത്തേക്കും ഇത് വരുന്ന റോയും കോളവും ഒഴിവാക്കിയേക്കാം. ഇതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് 0 മൈനസ് 0 0 വരും. നമുക്ക് A12 എന്ന് പറയുന്നത് 0 എന്ന് എഴുതിയേക്കാം. M13 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എലമെൻ്റ് ആണ്. ഇതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്ന് പറയുമ്പം 0 മൈനസ് 0 തന്നെ, അതും 0 ആണ്. എഗെയിൻ A13 ഈസ് ഈക്വൽ ടു 0 എഴുതാം. M21 എന്ന് പറയുമ്പോൾ ഈ എലമെൻ്റ് ആണ്. അതിൻ്റെ റോയും അതിൻ്റെ കോളവും കളഞ്ഞു. റോയും കോളവും പോയിട്ട് ബാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 0 മൈനസ് 0 തന്നെയാണ്. A21 ഈക്വൽ ടു 0 തന്നെ വരും. M22 നടുക്കത്തെ ഈ എലമെൻ്റ് ആണ്. അത് വരുന്ന റോയും കോളവും പോയി. M21 എന്ന് പറയുമ്പോൾ ഇതാണല്ലേ, ഇത് ഈ എലമെൻ്റ് ആണ് M21. അപ്പോൾ ഈ റോ ഈ കോളം പോയി കഴിഞ്ഞാൽ 1 മൈനസ് 0 ആണ്. 1 മൈനസ് 0 1 തന്നെ വരും. M21 എടുക്കുമ്പോഴത്തേക്കും ഇത് ഓഡ് നമ്പറാണ്. എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈൻ ഒന്ന് മാറ്റിയിട്ട് എഴുതണം. -1 വരും. M21 എന്ന് പറയുന്നത് -1. M21 എന്ന് പറയുന്ന 1 ആണ്. A21 എന്ന് പറയുമ്പം അതിൻ്റെ മൈനസ് എടുക്കണം. നെക്സ്റ്റ് M22 എന്ന് പറയുമ്പോൾ നടുക്കത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ റോയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും പോയി ബാക്കി 1 മൈനസ് 0 എന്ന് വരും. 1 മൈനസ് 0 1 വരും. M22 ഓക്കെ നോക്കിയേക്കട്ടെ. M22 എന്ന് പറയുമ്പോൾ ഇതാണ് പോകുന്നത്. 0 മൈനസ് 0 ആണ്. 0 മൈനസ് 0 അഗെയിൻ 0. M23 എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ എലമെൻറ്റ് പോകുമ്പം എഗെയിൻ നമുക്ക് 0 മൈനസ് 0 തന്നെ വരും. 0 ആണ്. A23 എന്ന് പറയുന്നതും 0 തന്നെയാണ്. നെക്സ്റ്റ് M31 എന്ന് പറയുമ്പോൾ ഈ 0 ആണ്. ആ റോയും കോളവും പോയി ബാക്കിയുള്ളത് എടുക്കുമ്പോൾ 0 മൈനസ് 0 തന്നെ. M32 ഈ എലമെൻ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും പോയി ബാക്കി വരുമ്പോഴത്തേക്കും 0 മൈനസ് 0 തന്നെ. M33 വരുമ്പം ഈ എലമെൻ്റ് ആണ്. ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും പോകും. 1 ഇൻറ്റു 1 1 മൈനസ് 0 1 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ A33 എന്ന് പറയുന്നത്
3 + 3 6 ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറാണെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ എടുത്തെഴുതിയാൽ മതി. ഇനി ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എഴുതി നോക്കാം. കോഫാക്ടർ മെട്രിക്സ് എഴുതുമ്പം A11 A12 then A13 1 0 0 then ഇവിടെ വരുമ്പോഴത്തേക്കും -1 0 0 ഇവിടെ വരുമ്പോൾ 0 0 1. M22 1 - 0 അല്ലേ? 1 - 0യുടെ 1 ആണ്. ഇത് 1 തന്നെ വരും. 1 ആണ്. എന്നൊക്കെ M22 വരുമ്പോൾ 0 0 1. M22 എന്ന് പറയുന്നത് ഈ 1 വരുന്ന ഇതിൻ്റെ റോയും കോളവും പോയിട്ട് ബാക്കി. ഇതിൻ്റെ റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 1 × 1 -0 × 0. 1 - 0. 1 - 0 എന്ന് പറയുമ്പോൾ അത് 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 22 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. ഇവിടെ എന്ത് തന്നെ വരും? 1 തന്നെ വരും. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് റോയും കോളവും കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. 1 0 0 -1 1 0 0 0 1. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനകത്ത് ഈ കുറേ സീറോസും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ചെയ്തു വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരാനും മിസ്റ്റേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിച്ചോണേ. അതുപോലെ തന്നെ 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എളുപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യാം. 3/3 മെട്രിക്സ് ആണെങ്കിൽ കുറച്ചും കൂടി സ്റ്റെപ്സ് നമുക്ക് കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മളുടെ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ പ്രോബ്ലം ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പ് ചെയ്തപ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരാണെങ്കിൽ, ഇത് ഒറ്റ സ്റ്റെപ്പ് സിംഗിൾ സ്റ്റെപ്പ് ചെയ്തപ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരാണെങ്കിൽ ഇതൊന്ന് മാറ്റി എഴുതിയിട്ട് ചെയ്ത് നോക്കാവുള്ളേ. 0 0 0 1 0 0 0 1. ഇതിനകത്ത് M11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ആ റോയും കോളവും പോയിട്ട് ബാക്കി എന്താ വരുന്നത് എന്നുള്ളത് എഴുതുക. 1 0 0 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കുക. 1 - 0 1 തന്നെ വരും. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ A11 എന്ന് പറയുന്നത് 1 തന്നെയാണെന്ന് എഴുതാം. ദെൻ M12 എനിക്കൊന്ന് ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നേ. എനിക്ക് തോന്നുന്നു സീറോസ് കൂടുതൽ വരുന്നതുകൊണ്ട് ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഈ മെത്തേഡിൽ തന്നെ ചെയ്തു വരുന്നതായിരിക്കും. ഇനി M12 വരികയാണെങ്കിൽ ഈ 0 വരുന്ന റോയും കോളവും പോയിട്ട് ബാക്കി എന്താ വരിക എന്ന് നോക്കുക. 0 0 0 1. ഫുൾ 0 ആയി പോവും. A12 എന്ന് പറയുന്ന 0. ദെൻ M13 എന്ന് പറയുമ്പോൾ ഈ 0 വരുന്ന റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് 0 1 0 0. അതും ഫുള്ളായിട്ട് 0 ആയി പോവും. അങ്ങനെയാണെങ്കിൽ A13യും 0 തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും M21 എന്ന് പറയുമ്പോൾ ഈ എലമെൻ്റാണ്. അതിൻ്റെ റോയും കോളവും കളഞ്ഞാൽ ബാക്കി 0 0 0 1. Again 0, that is A21 is 0. Then M22 എന്ന് പറയുമ്പോൾ ഈ എലമെൻ്റാണ്. ഈ റോയും ഈ കോളവും പോയിട്ട് ബാക്കി എന്ത് വരും? 1 0 0 1. 1 - 0 വരുമ്പോൾ ഇത് 1 വരും. 22 ആണ്, ഈവൻ നമ്പർ ആണ്. അങ്ങനെയെങ്കിൽ A22 എന്ന് പറയുന്നത് ഇത് തന്നെ നമുക്ക് എടുത്തെഴുതാം.
സെയിം വേ M23 എന്ന് പറയുമ്പോഴത്തേക്കും ഈ എലമെൻ്റാണ്. ഈ റോയും ഈ കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത്, ഈ റോയും ഈ കോളവും പോയിട്ട് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി ഇനി വരുന്ന ഇനി എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1 0 0 0. 0 - 0 തന്നെ വരും, അതും 0 ആയി പോവും. 823 എന്ന് പറയുന്നതും 0 തന്നെ വരും. എഗെയിൻ M31 എന്ന് വരുമ്പം ഈ എലമെൻറ്റ് വരുന്ന റോയും കോളവും പോയിട്ട് ബാക്കി 0 0 1 0. A31 0. M32 വരുമ്പോഴത്തേക്കും ഈ എലമെൻ്റാണ്. ഇതും പോയിട്ട് ബാക്കി 1 0 0 1 ആണ്. ഓക്കെ 3 2 ഇത് പോയിട്ട് ബാക്കി വരുന്നത് 0 1. ഇതെന്ന് പറയുന്നത് 5 ആണല്ലേ. 5 എന്ന് പറയുമ്പോഴത്തേക്ക് ഓഡ് നമ്പർ വരും. വൺ 0 0 0. ഓക്കെ. M33 വരുമ്പോൾ ഈ എലമെൻ്റാണ്, ബാക്കി 1 0 0 1. ദാറ്റ് ഈക്വൽ ടു 1. എഗെയിൻ ഈവൻ നമ്പറാണ്. A33 എന്ന് പറയുന്നത് 1 തന്നെ വരും. ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എഴുതിയിട്ട് ചെയ്താൽ മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിരിക്കും, തെറ്റത്തില്ല. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻ്റിനകത്ത് മെയിനായിട്ടും 2 പ്രോപ്പർട്ടീസ് ആണ്. A ഇൻറ്റു അഡ്ജ് ഈക്വൽ ടു അഡ്ജ് A ഇൻറ്റു A ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഷോ ദാറ്റ്, വെരിഫൈ ദാറ്റ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. A ഇൻറ്റു അഡ്ജ് ഈക്വൽ ടു അഡ്ജ് ഇൻറ്റു A ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I ആയിരിക്കും. പിന്നെ ഒരെണ്ണമുള്ളത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിച്ചു കാണുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് A ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A റേസ് ടു n-1 ആയിരിക്കും. ഈ n എന്ന് പറയുന്നത് ഓർഡർ ആയിരിക്കും. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് A be a matrix of order 3/3, then the adj A is equal to, determinant of adj A is equal to, ഡിറ്റർമിനൻറ്റ് A ആണ്, ഡിറ്റർമിനൻറ്റ് A സ്ക്വയർ ആണ്, ഡിറ്റർമിനൻറ്റ് A ക്യൂബ് ആണ്, 3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A ആണ്. ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് A ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A റേസ് ടു n-1 ആണ്. നമുക്കിവിടെ 3/3 മെട്രിക്സ് ആണ് ഇവിടെ പറയുന്നുണ്ട്. 3/3 മെട്രിക്സ് ആണെങ്കിൽ A റേസ് ടു n-1 എന്ന് പറയുമ്പോൾ 3 - 1, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് A സ്ക്വയർ എന്ന് വരും. സാധാരണ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള. നെക്സ്റ്റ് A ഈക്വൽ ടു 2 3 -4 -6. അങ്ങനെയെങ്കിൽ ഷോ ദാറ്റ് A ഇൻറ്റു അഡ്ജ് A ഈക്വൽ ടു അഡ്ജ് A ഇൻറ്റു A ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I എന്ന് പ്രൂവ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഷോ ദാറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ അഡ്ജ് A ഫൈൻഡ് ഔട്ട് ചെയ്യാം. അഡ്ജ് A ഈസ് ഈക്വൽ ടു, അഡ്ജ് A ചെയ്യാനായിട്ട് ഈ എലമെൻറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. -6ഉം 2ഉം വരും. അതുപോലെ ഇതിൻ്റെ സൈൻ മാറ്റിയിടുക. -3ഉം +4ഉം വരും. ഇത് അഡ്ജ് A. ദെൻ ഡിറ്റർമിനൻറ്റ് A കിട്ടണം. ഡിറ്റർമിനൻറ്റ് A കിട്ടാനായിട്ട് ഇത് -12
മൈനസ് 12. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് വരും, എന്ന് വെച്ചാൽ 0 ആണ്. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എ ഇൻറ്റു അഡ്ജെ. എ എന്ന് പറയുന്നത് 2, 3, -4, -6 ആണ്. അഡ്ജെ എന്ന് പറയുന്നത് -6, -3, 4, 2 ആണ്. അറിയാം, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് റോ ഇൻറ്റു കോളം ആണ് ചെയ്യേണ്ടത്. 12, then 3 into 4, 12 തന്നെ. -12 + 12 എന്ന് വരും, ദാറ്റ് ഈസ് 0. ഇത് വരുമ്പോഴത്തേക്കും -6 + 3 into 6, 3 into 2, 6 അല്ലേ? അപ്പോൾ -6 + 6 വരും, എഗെയിൻ 0. ഇനി ഇവിടെ നോക്കുമ്പോഴും അതുപോലെ തന്നെ -24 വരും, മൈനസ് ഓഫ് മൈനസ് +24 വരും, ഇത് -24 വരും, എഗെയിൻ 0. ഇവിടെ നോക്കുമ്പോഴും മൈനസ് +12ഉം ഇത് -12ഉം, +12 -12 0 വരും. ഇനി അഡ്ജെ ഇൻറ്റു എ. അഡ്ജെ ഇൻറ്റു എ. അഡ്ജെ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ജെ ആദ്യം എഴുതി. എ എന്ന് പറയുന്നത് 2, 3, -4, -6 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -6 × 2 -12, ഇത് +12 ആകും, 0 ആകും. എഗെയിൻ ഇവിടെ -18, ഇത് +18, അതും 0 ആകും. ഇത് ഇൻറ്റു ഇത് അല്ലേ, 4, 8, ഇത് വരുമ്പോഴത്തേക്കും -8 വരും, അതും 0. എഗെയിൻ ഇവിടെ നോക്കുമ്പോൾ 12ഉം -12ഉം എഗെയിൻ 0. ഇനി ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. ഡിറ്റർമിനൻ്റ് എ 0 ആണ്, ഐ 1, 0, 0, 1, എഗെയിൻ 0, 0, 0, 0. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു അഡ്ജെ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ, മൂന്നും സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഷോ ദാറ്റ്, വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇനി നോട്ട് ചെയ്യേണ്ടത്, ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിന് നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് നോൺ സിംഗുലർ മെട്രിക്സ് എന്നും പറയും. ഇനി ഒരു മെട്രിക്സിനെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/determinant A ഇൻറ്റു അഡ്ജെ ആണ്. 1/determinant A ഇൻറ്റു അഡ്ജെ ആണ്. ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, പഠിച്ചിട്ടോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടും. കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ടായിരിക്കും എപ്പോഴും അതൊക്കെ വരുന്നത്. ഒരു 6 മാർക്കിനൊക്കെ നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതും പഠിച്ചിട്ടോണം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണേ. എ നമുക്ക് തന്നിട്ടുണ്ട് -1, 5, -3, 2 ആണ്. എ ഇൻവേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കുക. 1/determinant A ഇൻറ്റു അഡ്ജെ. ആദ്യം നമുക്കിതിനെ ഡിറ്റർമിനൻ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. -2 -15 +15, ഇറ്റ് ഈസ് 13. ഇനി നമുക്കിതിനെ അഡ്ജെ അറിയണം. അഡ്ജെ എഴുതാനായിട്ട് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. 2ഉം -1ഉം, ദെൻ ഇത് രണ്ടിൻ്റെ സൈൻ മാറ്റി കൊടുക്കാം. -5ഉം +3ഉം. ഇനി എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ
1 by determinant A 13 into adj 2 minus 5 3 minus 1 A inverse കിട്ടി. ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാവുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്നതും ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നതും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതും ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസിനകത്ത് നമുക്ക് സോൾവിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2x + 5y = and 3x + 2y = 7. a1x + b1y = c1, a2x + b2y = c2 ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് മെട്രിക്സ് എ എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യൻസ് മാത്രം വരുന്ന മെട്രിക്സ് ആയിരിക്കും. b1 a2 b2 ഇത് മാത്രമായിട്ട് എടുത്തെഴുതുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഇവിടെ മെട്രിക്സ് എക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന അൺനോൺസ് എല്ലാം കൂടി എക്സും വൈയും. ബി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കോൺസ്റ്റൻസിൻ്റെ എല്ലാം കൂടി. ഇനി ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് എക്സും വൈയും ആണ് കിട്ടേണ്ടത് അല്ലേ. ഇതിനകത്ത് എക്സും വൈയും കിട്ടാനായിട്ട് നമുക്ക് മെട്രിക്സ് എക്സ് കിട്ടിയാൽ മതി. ഈ മെട്രിക്സ് എക്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബിക്ക് ഈക്വൽ ആയിരിക്കും. എ ഇൻവേഴ്സ് ബിക്ക് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എഴുതിയ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന് എഴുതാം. 2 5 3 2 ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ബി എന്ന് പറയുന്നത് 1ഉം 7ഉം ആണ്. എക്സ് = എ ഇൻവേഴ്സ് ബി ആണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എ ഇൻവേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കിതിൻ്റെ അഡ്ജ് എഴുതണം. അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. രണ്ട് തന്നെയാണ്, മാറ്റമൊന്നും വരത്തില്ല. ഇതിൻ്റെ സൈൻ മാറ്റി കൊടുക്കുക. -5